കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ലോക ഫ്രോഡ്. പണത്തിന് വേണ്ടിട്ട് എന്തും ചെയ്യും. സത്യത്തിൽ ഇതൊക്കെ ഒരു തരം തേൻകണിയാണ്, മറ്റേ കെണിപ്പരിപാടിയാ. ഇത്രയും വലിയ കളിക്കാരനായിട്ടുള്ള പൂക്കുറ്റിയെ വരെ സൈഡ് ആക്കണമെങ്കിൽ സജിനയുടെ ലെവലെന്ന് ആലോചിച്ചു. പൂക്കുറ്റിയുടെ കയ്യിൽ നിന്ന് സജിനയ്ക്ക് വേണ്ടത് പണം തന്നെ. 3 കോടി രൂപ. വോയിസ് കേട്ട് നോക്ക്. അയാള് നമ്മള് വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വിട്ടിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ വരുന്നത്? ഇല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടി. ആളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ. ഇല്ലല്ലല്ല, അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. കുഴപ്പമില്ലെന്ന് ഞാൻ കുറ്റിയുടെ ഫോണിൽ നിന്ന് വേറെ കുറ്റികൾ പൊക്കിയെന്ന്. ആര്? സജിന. ഇവരാരാണ്? നീ ആരാണ്? ഇവരാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? പഴയ ഒരു ട്രോളാണ് ഓർമ്മ വരുന്നത്. സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ പറയുന്ന പോലെ. പൂക്കുറ്റിയെ തേച്ചിട്ട് പാരലായിട്ട് വേറെ 3 അവിഹിതമുള്ള ടീമാണ് പൂക്കുറ്റിയുടെ ഫോണിൽ നിന്ന് അവിഹിതം പൊക്കിയെന്നും പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് കഥ മാറ്റി. എനിക്ക് ഇനി അയാളെ വേണ്ട, എനിക്ക് അയാളുടെ 3 കോടി രൂപ മതിയെന്ന്. അതില്ലാതെ പോവില്ലെന്ന്. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരക്കിയാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ചിരിക്കല്ലേ? അവൻ ഇവനല്ലല്ലോ അവൻ. ഇഷ്ടത്തിലാണ് ചെയ്യണത്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞേ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവനാരാണെന്ന്. ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിട്ട് ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടണ്ട. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. പ്രേരിപ്പിച്ചല്ലേ? എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോ. വായിൽ പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗ് പിക്കിൾസ്. അതിന് വേണ്ടിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അവന്റെ ഒരു തമാശ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടോർമ്മ ചേട്ടാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.